ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാരും സുഖായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു. അപ്പോ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പോവുകയാണ് കാനഡയിൽ നിന്ന്. ഏപ്രിൽ 30-നാണ് ഞങ്ങൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര സമയം? 3 മാസം മുമ്പ് ജനുവരി തന്നെ ഞങ്ങൾ അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ 15. ബുക്ക് ചെയ്തായിരുന്നു. അപ്പോ ഞങ്ങള് 4 ബാഗേജ് അലവൻസ് ഉള്ള ഫ്ലൈറ്റ്സ് ആണ് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്തത്. അതും നമുക്ക് ട്രാവലിംഗ് ടൈം കുറച്ച് കുറവുള്ളതായിട്ടും. അതായത് 2 സ്റ്റോപ്പ് ഉള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് ഞങ്ങൾ ഏകദേശം റേറ്റ് കുറവില് $3250 അപ്പ് ആൻഡ് ഡൗൺ 2 പേർക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. അതും നമുക്ക് ഫ്ലൈറ്റിന്റെ തന്നെ അവരുടെ ഓതറൈസ്ഡ് വെബ്സൈറ്റ് വഴി നമുക്ക് എടുക്കാം. നമ്മള് എയർപോർട്ടിൽ എത്തിയിട്ട് ആദ്യം തന്നെ നമ്മള് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നോക്കി. അവിടെ അത്യാവശ്യം നമ്മള് വിചാരിച്ചതിനേക്കാളും അധികം ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മള് ചെക്ക് ഇൻ എല്ലാം ചെയ്ത് നമ്മള് അവിടെ എത്തി. നമ്മളാദ്യം വിചാരിച്ചു നമ്മുടെ ചെറുതായിട്ട് എന്താ പറയാ നമ്മുടെ വെയിറ്റിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ദൈവം സഹായിച്ച് അങ്ങനെ വെയിറ്റില് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എല്ലാം നമ്മുടെ ബാഗെല്ലാം കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെ നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ് നമ്മുടെ ബോർഡിംഗ് ഗേറ്റിനോട് അടുപ്പിച്ച്. നമുക്ക് C34 ആണ് അബുദാബിയിലേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് നമ്മൾ പയ്യെ അബുദാബിയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ചലിക്കും. നമുക്കപ്പോൾ ചോദിച്ച് പോവാം. അടിപൊളി. ഒരാളിടയിൽ കയറി വന്നു, കുഴപ്പമില്ല. ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് 3:40-ക്കാണ്. ഡിലേ ഒന്നുമില്ല, കറക്റ്റ് ടൈമാണ്. പക്ഷെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം സമയം 2:15 ആവുന്നു. അപ്പോൾ നമുക്കിനി ലോഞ്ച് സർവീസ് ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി നമ്മുടെ ഫ്ലൈറ്റിലോട്ട് പോവാം. ഓക്കെ, ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോഴേ എന്താണെന്നറിയില്ല, ത്രില്ലാണോ അതോ എന്തോ നല്ലൊരു ഇമോഷനൊക്കെ ഉണ്ട്. കാരണം കുറെ ആഗ്രഹിച്ച നിമിഷം ഇപ്പോൾ ഒന്നും അല്ലാതിരുന്ന സ്ഥലത്തുനിന്ന് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആയെന്ന് തോന്നിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അതൊന്ന് ആ ഒരു അവസ്ഥ ഒന്ന് വേറെ തന്നെയാണ്. അയ്യോ, ഡോപ്പൂസ് ഒന്നും നോക്കില്ല, ബോക്സ് വെച്ച് പിടിച്ചോണ്ടിരിക്കുക. എവിടേക്ക് പോണാവോ? ആ നടത്തന്റെ അവസാനം ഞങ്ങൾ ചെന്നെത്തിയത് ബോർഡിംഗ് സ്റ്റേഷനിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് C34 ആണ് ബോർഡിംഗ് സ്റ്റേഷൻ. അവിടെ നമുക്ക് എന്തായാലും 1 hour നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ 1 hour കൊണ്ട് ഞങ്ങൾ നേരെ ലോഞ്ച് സർവീസ് ആക്സ് ചെയ്യാന്ന് കരുതി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പയ്യെ ലോഞ്ചിങ് സർവീസിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങള് ഒരു പൈസയും ഇല്ലാണ്ടാണ് ഞങ്ങള് ലോഞ്ച് സർവീസ് യൂസ് ചെയ്തത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് സർവീസ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ അടുത്ത് ആയിട്ട് ചെയ്യുന്നതാണ്. ആദ്യത്തെ വിമാനയാത്രയിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നെങ്കിലും ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോണ ഈ ടൈമിൽ ഞങ്ങൾ ലോഞ്ച് സർവീസ് ഒക്കെ ആക്സസ് ചെയ്യണമെന്നും എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് വസൂലാക്കാൻ പറ്റി. നമ്മളിപ്പോ ലോഞ്ച് ആക്സസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ ഇനി ബോർഡിങ്ങിനായിട്ട് പോവാണ്. നമ്മുടേത് C34 ആണ്. C34 നമുക്കപ്പോൾ C34 പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥകൾ എന്ന്. എനിക്ക് തോന്നുന്നു അവിടെ തുടങ്ങിക്കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. തുടങ്ങിക്കഴിഞ്ഞു. തുടങ്ങിയിട്ടുണ്ടാവും. ഏകദേശം ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 3:30 തോന്നുന്നില്ലേ? 3:30 ആണോ 3:40 ആണോ? 3:40 ആണ്. അപ്പൊ ഇപ്പൊ 3:15. ഇപ്പൊ എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി നേരെ ചെക്ക് ഇൻ ചെയ്യാം. എന്നിട്ട് അപ്പൊ നമ്മൾ നേരെ ഇത്തിഹാദ് ഫ്ലൈറ്റിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ കേറുവാണ് ഉള്ളിലേക്ക്. നല്ല തരക്കേടില്ലാത്ത ലോഞ്ച് സർവീസും കിട്ടി. അവിടുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. സുഹൃത്തുക്കളെ, കടക്കുകയാണ്. ടിക്കറ്റ് ഇതാ. 47 CNB. Thank you. 47C. കാര്യമായിട്ടാണല്ലോ. എവിടെയാണ് 47? നമ്മുടെ സീറ്റ് ഏറ്റവും ബാക്കിലാണ്. 47Cയും 47Bയും ഏറ്റവും ബാക്കിലായിരിക്കും. നമുക്കപ്പോൾ ചോദിച്ചു. അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഇനി നമുക്ക് പയ്യെ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യും. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് നമുക്കിങ്ങനെ ഇതിൽ വെക്കാനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഐ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ? പിന്നെ നമുക്കൊരു പുതപ്പ് കിട്ടിയിട്ടുണ്ട്. പുതച്ചുറങ്ങാനല്ലേ? പിന്നെ ഇത്രേ ഉള്ളൂ. എന്താ കുറെ നോട്ടീസൊക്കെ ഉണ്ടല്ലോ അവിടെ. വേറെ എന്തോ ഉണ്ടായിരുന്നല്ലോ. ഹെഡ്സെറ്റ് ഒന്നും കിട്ടിയില്ല. ഹെഡ്സെറ്റ് താഴെ കിടക്കുന്നുണ്ട്. എവിടെ?
നമുക്കൊരു ഹെഡ്സെറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഹെഡ്സെറ്റ്, പിന്നെ നമുക്ക് ഇത് ഓക്കെ, ഉറങ്ങണമെങ്കിൽ മുമ്പില് TV, പിന്നെ നമുക്ക് TV കാണാം. നമുക്ക് പുതപ്പുണ്ട്, പുതപ്പ് കിട്ടിയിട്ടുണ്ട് പുതച്ചുറങ്ങാനായിട്ട്. അപ്പൊ ഇത്രയാണ് കിട്ടിയേക്കുന്നത്. അത് കാണിക്കൂ കൂട്ടാ. For now, it's flight. So thank you for choosing to fly with us. I'm going to need you to settle in, get comfortable in your seat, അവിടുത്തെ and TV kindly കാര്യങ്ങളൊക്കെ wish യൂസ് you a ചെയ്യാം. very pleasant stay on board our aircraft. Thank you. എന്തൊക്കെയുള്ള എന്തൊക്കെ നോക്കട്ടെ. ഇംഗ്ലീഷ് എടുത്തു. നമ്മളിങ്ങനെ പോയി ഇങ്ങനെ പോയി ബാഗ്ദാദും കടന്ന് കുവൈറ്റും കടന്ന് നമ്മൾ അവസാനം അബുദാബിയിൽ എത്തും. ഫൈനലി റീച്ച് അബുദാബി. റിയാദും മദീനൊക്കെ ആയിട്ട് ഒമാൻ ഗൾഫിനോട് അബുദാബി, മസ്കറ്റിനടുത്ത് അബുദാബി. നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഇന്ത്യയിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. ഇനി അങ്ങോട്ട് കാത്തിരുന്ന് കാണുക. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴേക്കിനും നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നു. അപ്പോൾ ജോജു ആണെങ്കിൽ നോൺ വെജ് ആയിരുന്നു പറഞ്ഞത്, ഞാൻ വെജാണ് പറഞ്ഞത്. അപ്പോൾ ജോജുവിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ലാമ്പും പൊട്ടറ്റോയും ആയിരുന്നു. പിന്നെ ലാമ്പ് പൊതുവേ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തില്ല. പിന്നെ ജോജുവിന് എനിക്ക് വന്നതാണെങ്കിൽ ഞാൻ വെജ് പറഞ്ഞുകൊണ്ട് പനീർ ബട്ടർ മസാലയും റൈസും ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ബണ്ണും പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് ഉണ്ടായിരുന്നു, പിന്നെ സാലഡും ഉണ്ടായിരുന്നു. ഫുഡ് നന്നായിട്ട് കഴിച്ചെങ്കിലും അതിൻ്റെ ആ സ്വീറ്റും കൂടി നല്ല ആസ്വദിച്ച് കഴിച്ചപ്പോഴാണ് പിന്നെയും ഒരു ആശ്വാസം ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഉണ്ട്, ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അടുത്ത ഫുഡും വന്നു. നമ്മളെ കാത്തിരിക്കുന്നത് മാംഗോ ജ്യൂസ്, ബണ്ണ്, പിന്നെ സ്വീറ്റ്, പിന്നെ സോസേജും ഓംലെറ്റും, ഡോപ്പൂസിന് അപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് നേരെ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ടുള്ള അടുത്തത് ബാംഗ്ലൂരിലേക്കാണ്. അബുദാബി നേരെ ബാംഗ്ലൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലൈറ്റ് ചെക്കിനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പോവാണ്. അടിപൊളിയാണ്. ഇത്തവണത്തെ യാത്ര ഇച്ചിരി ഒന്ന് ശോകമായിരുന്നു. എന്നാലും അന്വേഷിക്കണം, ഈ അടുത്ത കണക്ഷൻ ഫയൽ തീർക്കാമെന്ന് കരുതാം. അങ്ങനെ ഞങ്ങളും കാനഡയിൽ നിന്ന് വിട പറയുകയാണ്. അതും ഇത്തവണ കാനഡയിൽ നിന്ന് വിട പറഞ്ഞ് നേരെ നാട്ടിലോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും ഒരു മാസം കഴിഞ്ഞ് വരാനുള്ള ഒരു വെക്കേഷനാണ് ഈ വിട പറച്ചിൽ. ഫ്ലൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകണം. ചെറിയൊരു ക്യൂ ഉണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ക്യൂ ഉള്ള. ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ഒരു 4 മണിക്കൂറത്തെ ശരി. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ക്ഷീണമൊക്കെ ഫീൽ ചെയ്യുന്നു. ഭയങ്കര തലവേദന, പിന്നെ ഉറങ്ങാനും പറ്റില്ല. ദൈവം കണാക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ അബുദാബിന്ന് ബാംഗ്ലൂരിലേക്ക് പോണ ഫ്ലൈറ്റ് പിന്നെ വിൻഡോ സീറ്റ് ഒന്നും അല്ലായിരുന്നു, കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ചെക്കിൻ ചെയ്യാനൊക്കെ ആയിട്ട്. അതായത് ടോറന്റോ, അപ്പൊ അതിന്റെ സീറ്റും അത്ര സുഖമില്ല. വിൻഡോ സീറ്റ് കിട്ടുക. ഇവരെ സർവീസ് നമുക്ക് നല്ലതായിരിക്കും പ്രത്യേകിക്കാം. നല്ല സർവീസും അതുപോലെ നല്ല ഫുഡ് കഴിച്ച് നമുക്ക് നേരെ ബാംഗ്ലൂരോട്ട് പോവാം. ഞങ്ങൾ ഇത്തിഹാദ് ഫ്ലൈറ്റിലായിരുന്നു പോയെ. അവിടെ ഫുഡ് ഭയങ്കര മോശമായിരുന്നു, പിന്നെ അതുപോലെ സർവീസും അത്ര അങ്ങ് പോരായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ ട്രൈ ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് പിന്നെ വേഗം കിടന്ന് റെസ്റ്റ് എടുത്ത് നേരെ അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവസാനം ബാംഗ്ലൂർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള യാത്രയും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ പറയാനായിട്ട് വലിയ അടിപൊളിയൊന്നുമല്ല. മൊത്തം ഉറങ്ങി തീർന്നു. യെസ്. ഭക്ഷണം കുഴപ്പമില്ല. ഇത്തിരി ഉപ്പ് കൂടി ഒഴിച്ചാൽ വേറെ ഒന്നും കുഴപ്പമില്ല. നൈസായിരുന്നു. നമ്മൾ നേരെ ചെക്കൗട്ടിലേക്ക് പോവുകയാണ്. 2 അനാഥപ്രേതങ്ങൾ പോലെ ബാഗിൽ കറങ്ങി കളിക്കാണ്ട. 2 അല്ല 4 2 കിട്ടി. ഇനി അടുത്ത 2 ഇപ്പോൾ വരും, അറ്റത്തോടെ വരും. ഇപ്പോൾ ഡോപ്പ് കഷ്ടപ്പെടണുണ്ട് അതൊക്കെ എടുക്കാനായിട്ട്. നമ്മുടെ എല്ലാ ബാഗും 4 ബാഗ് കിട്ടിയിട്ടുണ്ട്, കൂടെ ഡോപ്പൂസിനും കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്കിനി എക്സിറ്റ് ഇറങ്ങി നമുക്കിനി ഫ്ലൈ ബസ് പിടിക്കാം, എന്നിട്ട് മൈസൂരിലോട്ട് വെച്ചടിക്കാം. ഞങ്ങൾ ഈ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ബസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് 9:25-നാണ്. ഞങ്ങളുടെ ടിക്കറ്റ്
ടിക്കറ്റ് എത്ര രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ $1610. 10 രൂപ. ഡോളറല്ല, രൂപയാണ് രണ്ടുപേർക്കും കൂടെ. ഫ്ലൈ ബസ്സാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ മൈസൂരിലേക്ക് പോകാനായിട്ട് ബുക്ക് ചെയ്ത്. അവിടുന്ന് തന്നെ പാരൻസ് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ണൂരിലേക്ക് പോകും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ നേരെ വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ 9:25 ബസ് എടുത്ത് അങ്ങ് പോവാണ്. ഇനി മൈസൂർ എത്തുമ്പോൾ 3.5 മണിക്കൂർ, മീൻസ് 10 മണി, ഒരു 12 മണിയാവും. ഇനി അതുവരെ കുറച്ചൊരു ഉറങ്ങാം. അങ്ങനെ ഫൈനലി ലാൻഡഡ് ഓൺ വീട്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വീട്ടിലെത്തി. എന്നെയാണ് ആദ്യം എടുക്കണത്. കൈ കാണിക്കും, കൈ വെക്കുന്നു. നല്ല പഞ്ചസാരയും തണുപ്പും പോലെ അതൊന്നും വലിയ കാര്യമില്ല. വെള്ളം കോഴിക്കോടി ഫുൾ ടൈം ചൂട് ചായ, തിളച്ച ചായ വെച്ചിട്ട് അത് പിന്നെ ഓമനിട്ട് ചൂടാക്കി തരുന്നതാണ് ഇവരുടെ സ്റ്റൈൽ. കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. ചൂടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതല്ല, നീ ഉണ്ടാക്കിയാണോ? അല്ലല്ല, അപ്പോൾ അതിലൊക്കെ കൊണ്ടുവരാം. നമ്മ ഉണ്ടാക്കിയാൽ ഞാൻ സൂപ്പറായിരിക്കും. കപ്പപ്പുഴുക്ക് കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം അല്ലേ? ഇത് അപ്പോൾ സോറി, ചക്കപ്പുഴുക്ക്. ഇഷ്ടപ്പെട്ടോ? പക്ഷെ പിടി കൊടുത്തപ്പോ എനിക്കിങ്ങനെ ഒരു തുടക്കത്തെ ഒരു ഇതുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒന്നും പറയില്ല. ചക്കപ്പുഴുക്ക് ഇഷ്ടപ്പെട്ടോ? പക്ഷെ കറി കൂട്ടി കഴിച്ചു. പിടി തന്നെ കഴിക്കാൻ ഞാൻ കറി